ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മളെല്ലാവരും ഒന്ന് കാത്തിരുന്നത് ഈ MDMA കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുമെന്ന് തന്നെയായിരുന്നല്ലോ. സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനെ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് നവകേരള സദസ്സിൻ്റെ സമയത്ത് ലാത്തിചാർജ് പറ്റിയപ്പോഴാണ് ഈ മുഹമ്മദ് ഹുസൈനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഫോൺ വിളിച്ചിരുന്നു. പിന്നീട് വരുമ്പോൾ ആ പ്രദേശത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അയാളുടെ വീട്ടിൽ പോകുന്നത്, അതല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. പിന്നീട് ഇയാളെ തുഫാൻ കേസിൽ പിടിക്കുമ്പോഴാണ് ഇയാൾ ഇങ്ങനെയുള്ള പ്രശ്നമാണെന്നൊക്കെ അറിയുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ടീമിൽ അയാൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. മെറ്റ ഈ പോസ്റ്റുകൾ മുഖ്യമന്ത്രിക്കെതിരായി നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് നീക്കം ചെയ്തതെന്ന് എന്നറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേജിലെ പ്രശ്നം പോലും എൻ്റെ പേജിൽ നിന്ന് പോലും പല പോസ്റ്റുകളും നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലത്തീൻ രൂപത അഭിനന്ദിച്ച് നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്തു. KCBC മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിയത് നീക്കം ചെയ്തു. അപ്പോൾ എന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റ തെരഞ്ഞുപിടിച്ച് ചില ചാനലുകളുടെ മാത്രം മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ മാത്രം നീക്കം ചെയ്യുന്നത് ഒരു പ്രത്യേക സംഭവ വികാസമാണ് എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? അതേസമയം തന്നെ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുഹമ്മദ് ഹുസൈനെ പരിചയപ്പെടുന്നത് ഈ ലാത്തി ചാർജിൻ്റെ സമയത്ത്, ഏത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ സമയത്താണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ചില പുതിയ അപ്ഡേഷൻസ് കൂടി വരുന്നുണ്ട്. നമുക്ക് വരും സമയങ്ങളിൽ അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാം. അതിനു മുൻപ് അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ, അവർ തമ്മിൽ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വന്ദേമാതരം കേസ്. വന്ദേമാതരം അത് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി അതേപടി LSGD വകുപ്പിലേക്ക് കൊടുക്കുകയാണോ എന്ന് പറയുകയായിരുന്നു. സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നത് സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് കിട്ടുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തോട് ആലോചിക്കാതെ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. വരും സമയങ്ങളിൽ ഇതൊക്കെ മറുപടിയായി നിങ്ങളുടെ മുൻപിലേക്ക് വരും. ഷീജ തിരുവനന്തപുരത്തും ചേരുകയാണ്. ഷീജ, എങ്ങനെയാണ് MDMA കേസ് പ്രതികളുമായുള്ള ആ ചിത്രങ്ങൾ, ആ വിഷയത്തെ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്? തീർച്ചയായും മനു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഒരു കൃത്യമായ മറുപടി ഒരു വിഷയത്തിലും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. വിവാദ വിഷയങ്ങളിലൊന്നും തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടില്ല. പ്രത്യേകിച്ചും ഈ MDMA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ ഈ അറസ്റ്റിലായ 2 പേരെ തനിക്ക് പരിചയമുണ്ട്. അതിൽ ഒരാൾ ഈ പറയുന്നത് പോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ലാത്തിചാർജിൽ പരിക്കേറ്റിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടെ എത്തുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് താൻ അവിടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഈ മുഹമ്മദ് ഹാഷിറിന്റെ അവിടെ സ്ഥലത്ത് എത്തുന്ന സമയത്ത് വീട്ടിൽ പോകുന്നത്. അല്ലാതെ അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പോയതല്ല. അവിടെ എത്തിയപ്പോൾ അവിടെ പാർട്ടിക്കാർ പറഞ്ഞതനുസരിച്ച് പോയതാണ് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും അയാളുമായി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നമുക്കറിയാം, നിരവധി ഫോട്ടോകൾ, ദൃശ്യങ്ങൾ ഒക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിട്ടുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല എന്നാണ് മുഖ്യമന്ത്രി, തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതി നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നില്ല. അതിൽ അറസ്റ്റ് ചെയ്തല്ലോ, ഈ തൂഫാൻ പ്രകാരം ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത്, സംരക്ഷിച്ചില്ലല്ലോ എന്നുള്ളൊരു മറുപടി മാത്രമാണ് ആ വിഷയത്തിൽ നൽകിയത് എന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. മനു, ഇനി ഈ മെറ്റയുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലേ, മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ, സർക്കാരിനെതിരായ വാർത്തകൾ, ഇത് മെറ്റ ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ പുറകിൽ എന്താണ്? സർക്കാർ അതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? ആ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുമല്ലോ. അതിനുള്ള ന്യായീകരണം, മറുപടി എന്തായിരുന്നു? തീർച്ചയായും മനു, അതിന് കൃത്യമായ രീതിയിലൊരു മറുപടി നൽകാതെ, കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു മാധ്യമത്തിന്റെ, അതായത് കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടേതാണ് ഈ മെറ്റ നീക്കം ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു പരിഹാസ രൂപേണ മറുപടി നൽകുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചത്. കാരണം ഞാൻ പറഞ്ഞിട്ട് മെറ്റ കേൾക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന രീതിയിൽ അതിനെ ഒരു പരിഹാസത്തോടെ ആ ഒരു മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ പേജടക്കം, അതായത് CMO കേരളം അടക്കം അവർ നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്റെ പേജും പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് താൻ പറയുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ, മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതുമായി ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്ത് ഒരു സർക്കാർ എന്ന രീതിയിൽ ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതിന് അദ്ദേഹത്തിന് ഒരു കൃത്യമായ മറുപടിയില്ല. കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം വന്നപ്പോൾ അതിന്റെ കമന്റുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നത് രത്തൻ ഖേൽക്കർ ആയിരുന്നു. രത്തൻ ഖേൽക്കറാണ് അന്ന് രത്തൻ ഖേൽക്കറിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് അതിൽ ഇടപെടുന്നതും അദ്ദേഹമാണ് കമന്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനായി മെറ്റയുമായി സംസാരിക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും. അപ്പോൾ അതേ ഉദ്യോഗസ്ഥൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അല്ലേ നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിലും ഒരു വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകുന്നില്ല. നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ പോകൂ എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. മനു, ശരി, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വന്ദേമാതരം വിവാദമാണല്ലോ. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന വിഷയമാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്നത്. ഷീജ, മുഖ്യമന്ത്രി പറഞ്ഞത് അത് കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവ് അതേപടി ചീഫ് സെക്രട്ടറി LSGD വകുപ്പിന് കൊടുക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പറഞ്ഞെന്തായിരുന്നു ഷീജ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഗവർണറും നൽകിയ ഉത്തരവ് ചീഫ് സെക്രട്ടറി അത് LSGDയിലേക്ക് കൊടുക്കുകയായിരുന്നു എന്നല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. എവിടെയൊക്കെ ഇപ്പോഴും ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അതിലിപ്പോഴും വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകുന്നില്ല മനു. കാരണം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ഇതിൽ ഒറ്റ കാര്യം മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. ഈ 15-ാം തീയതി നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമോ ഇല്ലയോ, അതിന് അദ്ദേഹം പറയുന്നത് അത് 15-ാം തീയതി കണ്ടോളൂ എന്നുള്ളതാണ്. ഒന്നത്. അതിനപ്പുറത്തേക്ക് ഈ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അതാണ് വലിയ തോതിൽ ആശയക്കുഴപ്പം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഇപ്പോൾ വന്ദേമാതരം മുഴുവനായി പാടണം എന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നു സർക്കാരിൻ്റേത് എന്നുള്ള ഒരു ധാരണയിലാണ്. അപ്പോൾ അങ്ങനെ പാടിയില്ലെങ്കിൽ അതിൽ തുടർന്നുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക അത് പല സ്കൂളുകളിലും നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക ഒഴിയണമെങ്കിൽ സർക്കാർ തന്നെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ആ രീതിയിലുള്ള നിർദ്ദേശം താഴെ തട്ടിലേക്ക് നൽകേണ്ടതുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും എന്താണ് സർക്കാരിന്റെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത് പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രി പറയുന്നത് അതിൽ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട് എന്ന് പറയുമ്പോൾ അത് പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറ്റൊരു കാര്യം പറയുന്നു. രണ്ടുപേരുടെയും മറുപടികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നുള്ളതും ഇതിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് നൽകിയ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന് ഒളിച്ചു വെക്കാൻ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മെറ്റാ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. ഈ പറയുന്ന MDMA കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കൂടെ ചിത്രം വന്നതിലും ദൃശ്യങ്ങൾ വന്നതിലും കൃത്യമായൊരു തൃപ്തിപ്പെടുത്തുന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ പത്രസമ്മേളനത്തിൽ, അല്ലേ? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള തർക്കമില്ല. കാരണം സ്വാഭാവികമായും നമ്മൾ ഈ മറുപടികളൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വാർത്തകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ രീതിയിലുള്ള ന്യായീകരണം തന്നെയായിരിക്കും നൽകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതോടൊപ്പം തന്നെ MDMA കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും യൂത്ത് കോൺഗ്രസുകാർ തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരല്ല, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരല്ല എന്നുള്ളൊരു മറുപടി അത് തന്നെയാണ് നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് ഒരു വിഷയത്തിലും, അതിപ്പോൾ വന്ദേമാതരത്തിന്റെ കാര്യത്തിലാണെങ്കിലും MDMA കേസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നടപടി സ്വീകരിക്കും, ആ വ്യക്തിക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് പറയുവാൻ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നത്.